സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ ആളുകളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റുകളായിരിക്കുന്നത്. നമസ്കാരം. സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്രയും ആളുകൾ ഇത് ഏറ്റെടുക്കുന്നോ, മാറ്റങ്ങൾ ഉണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇങ്ങനൊരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചതല്ല. സൈജേട്ടൻ ആക്ച്വലി ഇല്ലാത്ത ഡേറ്റ് ഉണ്ടാക്കിയെടുത്ത് വന്നതാണ്. അപ്പോൾ നമുക്ക് സൈജേട്ടൻ വേണം അത്രയും നിർബന്ധം പിടിച്ചതുകൊണ്ട് പുള്ളി വന്ന് ചെയ്തതാണ്. ഈ അജു വർഗീസ്, സൈജു കുറുപ്പ്, ജോണി ആന്റണി ഇവരൊക്കെ ഈ സിനിമ എഴുതുമ്പോഴേ അല്ലെ ചെയ്യുമ്പോഴേ മനസ്സിലുണ്ടായിരുന്നു ഈ ക്യാരക്ടേഴ്സ് ഇവർ തന്നെ ചെയ്യണമെന്ന്. കലയരസ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ് അതിൻ്റെ VFX. ഈ സിനിമയുടെ കംപ്ലീറ്റ് VFX ചെയ്യുന്ന ഒരേ ഒരാളാണ്. അപ്പോൾ എവിടെയൊക്കെ കട്ട്സ് എങ്ങനെ വേണം, ഒരു പേനയുടെ നിബിനകത്തൂടെയൊക്കെ വരുന്ന ഷോട്ടൊക്കെ ആക്ച്വലി അവൻ്റെ ഐഡിയ ആണ്. 130 സീറ്റുള്ള തിയേറ്ററിൽ 60 പേര് വന്നിട്ട് ഒരു ഷോട്ടിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് നന്നായിട്ട് ചെയ്തൊരു സിനിമയാണ്. ഇവരുടെ ആ ഒരു ഹാർഡ് വർക്ക് നേരിട്ട് കണ്ടവരിൽ കുറച്ച് പേരിൽ ഒരാളാണ്. ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും എങ്ങനെയെങ്കിലും ഷൂട്ട് തീർത്തിട്ട് പോയാൽ മതി എന്ന് വർക്ക് ചെയ്തിട്ടുള്ളത്. നമസ്കാരം, ഞാൻ സൂര്യ സുജി. സെല്ലുലോയിഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രം ശക്തനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നതിന് ശേഷം എല്ലാവരുടെയും ബഹുമാനം, കയ്യടിയും ഒക്കെ പിടിച്ചു പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു സിനിമ കൊണ്ട് നമ്മൾ സിനിമാ പ്രേക്ഷകരുടെ മുഴുവൻ കയ്യടി നേടിയ, മനസ്സ് നിറച്ച സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ ആളുകളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റുകളായിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? നല്ല സുഖമാണ്. എല്ലാവരും ഒത്തൊരുമയോടെ ഇരിക്കുന്ന ആ ഒരു സിനിമയുടെ ഇതുപോലെ താങ്ക് യു. ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നല്ലോ സംസാരിച്ചത്. വിട്ടു തന്നതാണ് അല്ലേ? സംസാരിച്ചിട്ട് വിനിഷേട്ടാ, ഫസ്റ്റ് ഡയറക്ടറൽ ഡെബ്യൂട്ടാണ്. അതും ഇത്രയും ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായം കിട്ടുന്നു, മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്രയും ആളുകൾ ഇത് ഏറ്റെടുക്കുന്നോ, മാറ്റങ്ങൾ ഉണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ക്ലീശേ ചോദ്യമാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ പറയാം. ഏറ്റെടുക്കും എന്നുള്ളത് വിചാരിച്ചിരുന്നു. കാര്യം ഞങ്ങൾ ഓരോ ഷോട്ട് എടുത്ത് ഞങ്ങളുടെ സ്പോട്ട് ഇട്ട് ശരൺ പടം തുന്നി കെട്ടുമ്പോഴും ഒരു ഹിറ്റ് പടമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു പ്രതീതി ഞങ്ങൾക്ക് എല്ലാവർക്കും. തുന്നി കെട്ടുമായിരുന്നോ പടം? അതെ. അപ്പോൾ പക്ഷേ ഇങ്ങനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അത് KB ഗണേഷ് കുമാർ സാർ അദ്ദേഹത്തിൻ്റെ RVHS സ്കൂളിൽ നടപ്പിലാക്കി. അപ്പോൾ ഇതുവരെ 8 സ്കൂളുകളാണ് അത് വളണ്ടിയർലി മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരെണ്ണം പഞ്ചാബിൽ നിന്നാണ്. അത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഇമ്പാക്റ്റ് പ്രതീക്ഷിച്ചല്ല. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെ സെറ്റ് ചെയ്തു ഇവരെ എല്ലാവരും? ഒന്നാമത് ഒരുപാട് ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. നമുക്ക് അജു വർഗീസിന്റെ ക്യാരക്ടർ കണ്ട പ്രേക്ഷകരൊക്കെ പറയുന്ന അടിക്കാൻ തോന്നുന്നതാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കാസ്റ്റിംഗ് എങ്ങനെ ഒപ്പിച്ചെടുത്തു? അതൊരു വലിയ കഥയാണ്. കുറേ കാര്യം പറയേണ്ടി വരും. അതെ, വലിയ ക്വസ്റ്റ്യൻ ആയിപ്പോയി. അത് നോർമലി ഓഡിഷൻ ചെയ്താണ് കുട്ടികളെല്ലാം സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ തന്നെ അത് നേരത്തെ ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ അമ്പാടിയുടെ ക്യാരക്ടർ ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ അമ്പാടി ഓക്കെ വന്നപ്പോൾ തന്നെ അഭി വന്നപ്പോൾ തന്നെ ഓക്കെ ഇത് അമ്പാടി എന്ന്. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ 1-2 ക്യാരക്ടേഴ്സ് മാത്രം കള്ളം പറഞ്ഞിട്ടാണ് ഓഡിഷൻ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. കള്ളം പറഞ്ഞിരുന്നു ഓഡിഷൻ സെറ്റ് ചെയ്യാൻ. അമ്പാടിയോ എന്ത് കള്ളം പറഞ്ഞു? ക്രിക്കറ്റർ എന്നൊക്കെ പറഞ്ഞത്. അതിപ്പോ ഇവരെല്ലാം എന്തെല്ലാം കള്ളം പറഞ്ഞിരിക്കുന്നു. അഭിനയിക്കാൻ അറിയാവുന്നവരെ പറഞ്ഞു. ക്രിക്കറ്റ് അറിയാമെന്ന് കുറേ പേര് പറഞ്ഞു. പിന്നെ നമുക്ക് മനസ്സിലായി അറിയത്തില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ പഠിപ്പിച്ചെടുക്കുമായിരുന്നു, ക്രിക്കറ്റ് പഠിപ്പിക്കുമായിരുന്നു. അപ്പം ഓഡിഷൻ്റെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് 1-2 പേരെ നമ്മൾ ഏകദേശം കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വെച്ചത്. പിന്നെ ബാക്കിയുള്ളവരെ ശരിക്കും ആ ഒരു 15 ദിവസത്തെ വർക്ക്ഷോപ്പിൻ്റെ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ശരിക്കും ഈ ക്യാരക്ടേഴ്സിന്. അപ്പം നമ്മുടെ മനസ്സിലൊരു ഏകദേശം ഒരു ധാരണയുണ്ട് ക്യാരക്ടേഴ്സിന്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവരിലുള്ളതിൽ ആരെയും നോക്കിയിട്ട് ഓരോ എക്സസൈസിലൂടെ നമ്മളിങ്ങനെ പോയി നമ്മൾ ഏകദേശം ഒരു 15ാമത്തെ ദിവസമാണ് ഫൈനൽ കാസ്റ്റിംഗ് എത്തുന്നത്.
ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞു. ഈ അജു വർഗീസ്, സൈജു കുറുപ്പ്, ജോണി ആന്റണി ഇവരൊക്കെ ഈ സിനിമ എഴുതുമ്പോഴേ അല്ലെ ചെയ്യുമ്പോഴേ മനസ്സിലുണ്ടായിരുന്നു ഈ ക്യാരക്ടേഴ്സ് ഇവർ തന്നെ ചെയ്യണമെന്ന്? അത് ശരിക്കും അജുവേട്ടനോടാണ് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് തന്നെ ആദ്യം പറയുന്നത്. ഏറ്റവും ആദ്യം പറയുന്നത് അജുവേട്ടനോടാണ്. അന്ന് ഈ ക്യാരക്ടർ അല്ല, അന്ന് അജുവേട്ടൻ ചെയ്ത ക്യാരക്ടർ ഒരു സ്ത്രീ ക്യാരക്ടറായിരുന്നു. സുലേഖ ടീച്ചർ എന്നായിരുന്നു ആ ടീച്ചറുടെ പേര്. അപ്പോൾ അന്ന് അജുവേട്ടൻ ചെയ്യാൻ നമ്മൾ കൊടുത്ത ക്യാരക്ടർ ഇപ്പോൾ കണ്ണൻ നായർ ചെയ്ത ഗുപ്തൻ എന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്, ക്യാരക്ടർ നോക്കിയിട്ടല്ല. പുള്ളി അന്നേ സ്ക്രിപ്റ്റിൽ ഇന്നായിരുന്നു. സോ പുള്ളി നമുക്ക് എപ്പോഴാണോ പടം ഓണാവുന്നത് അപ്പോൾ ഒന്ന് വിളിച്ചോ എന്നുള്ളൊരു തന്നിരുന്നു. പിന്നീടാണ് നമ്മൾ ആ ക്യാരക്ടറിന് വേണ്ടി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നടന്നപ്പോൾ അതൊന്നും ശരിയാവാതെ വന്നപ്പോൾ അതിനെ CP ആക്കിയതും ആ ട്രാക്ക് കഥയിൽ മാറ്റം വരുത്തി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അജുചേട്ടനോട്, അപ്പോൾ അജുചേട്ടൻ ആദ്യമൊക്കെ ഡൗട്ട് കാണിച്ചിരുന്നു അത് എങ്ങനെ ശരിയാവും, അത് ഒരു ഡെപ്ത് ഒക്കെ പിടിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ പുള്ളിയുടെ വീട്ടിൽ പോയി ഞാനും ആനന്ദ് മന്മഥനും റൈറ്ററായിട്ടുള്ള ആനന്ദും കൂടെ കഥ പറഞ്ഞു. ആ കഥ അതിൽ ആ ഒരു ട്രാക്കിൽ പുള്ളി കഥ പറഞ്ഞു വീഴ്ത്തി. അതെ, കാര്യം സുലേഖ ടീച്ചർ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പർപ്പസും അതിന് ട്രാക്ക് തന്നെ വേറെ ആയിരുന്നു. അപ്പോൾ ഇത് മാറുമ്പോൾ എങ്ങനെ ശരിയാവും എന്നുള്ളൊരു ഡൗട്ട് പുള്ളിക്ക് ഒറ്റ സിറ്റിങ്ങിൽ തന്നെ കൺവിൻസ് ആയി. അവിടെ നിന്ന് പിന്നെ ആ സമയത്താണ് ബഡ്ജറ്റ് പ്രൊഡക്ഷൻസ് ഈ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നത്. നമ്മൾ 16ഓളം പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷേ അവരെല്ലാവരും ഡിസഗ്രി ചെയ്തൊരു വിഷയം ഈ 15 ദിവസത്തെ ക്യാമ്പും ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. കാര്യം അങ്ങനെ തന്നെ ചെയ്തിട്ട് കാര്യമുള്ളൂ, ഇത്രയും കുട്ടികളുള്ള പടമാണെന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ തുടക്കം. അപ്പോൾ ആ ഒരു കാര്യം പലർക്കും അങ്ങോട്ട് ഇതായില്ല. കാര്യം കോവിഡ് ടൈം അവരുടെ കുറ്റമല്ല, അങ്ങനെയുള്ള കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ബഡ്ജറ്റ് ലാബ് ആ ഒരു സാധനം നമുക്ക് ചെയ്യാം എന്നുള്ളൊരു സാധനത്തിൽ വന്നു. അപ്പോൾ പെർഫെക്റ്റ് ഓപ്ഷൻ എനിക്ക് സാമേട്ടനെ ഇതിനു മുമ്പേ അറിയാം. തിയേറ്റർ അതിലൊരു നമ്മുടെ പരിചയമുണ്ട്. സോ അതിന് ബെസ്റ്റ് ഓപ്ഷൻ സാമേട്ടൻ തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ തുടക്കത്തിലേ അറിയാം. പിന്നെ അദ്ദേഹം എന്താണ് ഒരു അറിവിൻ്റെ നിറകുടമാണ്. ഇപ്പോൾ ഒരുമാതിരി മണ്ടം കളിക്കും. ബേസിക്കലി ആക്ടിങ് ട്രെയിനിങ് ചെയ്യിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതും കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാന്ന് പറയുന്നത് അതിലും പാടുള്ള പരിപാടിയാണ്. അത് ത്രൂ ഔട്ട് ആ എന്താ പറയാ ഷൂട്ടിന്റെ സമയത്തും ഇവര് മുന്നേ വർക്ക്ഷോപ്സിന് ഉണ്ടായിരുന്നു, അതിനുശേഷം ഷൂട്ടിന്റെ ത്രൂ ഔട്ട് ടൈമും സാമേട്ട സെറ്റിൽ ഉണ്ടായിരുന്നു. അപ്പം എന്ത് ഹെൽപ്പും ആ കുട്ടികൾക്ക് സാമേട്ടം വേണം, എന്ത് ചെയ്യാനും ആ ഒരു വലിയ സപ്പോർട്ടായിരുന്നു സെറ്റിൽ. നമുക്കും ഞങ്ങൾക്കും എന്തെങ്കിലും സീൻസിന്റെ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളും ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു സാമേട്ട സെറ്റിൽ. ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണോ? മൊത്തം ട്യൂഷനായിരുന്നു. ശതാബ്ദി വരെ വന്ന മനുഷ്യനോട് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ? ഈ സിനിമകൾ വേറെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കരിക്കില ചേച്ചിയാണ്. അപ്പൊ ആ ഒരു കരിക്കില ചേച്ചി ഇപ്പൊ മായ എന്ന് പറഞ്ഞ ടീച്ചർ, ഒരു ടീച്ചറായിട്ട് എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാനൊരു ടീച്ചർ ആവും, എന്റെ ടീച്ചർ ആയാൽ? എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ആയിരുന്നു ടീച്ചിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു വിനേഷ് ചേട്ടൻ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. നമ്മൾ വേറൊരു പ്രൊജക്ടിന്റെ കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് എന്റെ ബ്രദറിന്റെ ഒക്കെ ഫ്രണ്ട്സിൽ വരുന്ന ഒരാളാണ് വിനേഷ് ചേട്ടൻ, ആനന്ദേട്ടനൊക്കെ. അപ്പൊ ഇവരുടെ പ്രോജക്ട്സ് ഒക്കെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു പടത്തിന്റെ പോസ്റ്റർ ഒക്കെ ഇട്ട സമയത്ത് ഞാൻ വിനേഷ് ചേട്ടനെ ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ചു, വിനേഷ് ചേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യണം, എന്തായാലും ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്തു. പക്ഷെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രുതി ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിനേഷ് ചേട്ടൻ എന്നെ വിളിച്ചു. അതിൽ ശ്രുതി അറിയാത്ത ഒരു കഥ ഞാൻ പറയാം. അങ്ങനെ എന്തായാലും എനിക്കറിയുന്ന പരിപാടി ഇതാണ്. അപ്പൊ എന്നെ വിളിച്ചു, ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എന്താണ് വിനേഷ് ചേട്ടൻ വിളിക്കുന്നത് തന്നെ അത് എന്ത് ക്യാരക്ടറാണെങ്കിലും ഞാൻ ഓക്കെ ആയിരുന്നു. അപ്പോഴാണ് മായ ടീച്ചറിനെ പറ്റി പറയുന്നതും. മായ ടീച്ചർ പാവാണോ? മായ ടീച്ചർ ഒരു പാവം ടീച്ചറല്ലേ. ആക്ച്വലി പുള്ളിക്കാരിയുടെ ഒരു ഫസ്റ്റ് ജോബ് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പുള്ളിക്കാരി പുതുമുഖം പോലെയാ. അത്രയും ടീച്ചേഴ്സിന്റെ ഇടയ്ക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ടീച്ചർ. അങ്ങനത്തെ പിന്നെ പ്രശ്നമാകുന്നു. അത് കാണിക്കുന്നില്ല. അങ്ങനെ മായ ടീച്ചർ നമ്മുടെ സ്കൂളിലൊക്കെ പുതുതായിട്ടൊക്കെ വരുന്ന ടീച്ചേഴ്സിന്റെ ആ ഒരു പരിപാടി തന്നെ. അങ്ങനെയാണ് വിനേഷ് ചേട്ടനോട് പറഞ്ഞത്. സംഭവം ഇത് ശ്രുതിയെ കാസ്റ്റ് ആ ഒരു ഇതിനെ ആരെ കാസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ അജീഷ പ്രഭാകരനെ ശരിക്കും മായ എന്നുള്ള റോളിന് അജീഷ ചേച്ചിയെ പോയി കണ്ടു. അപ്പം ആളിനെ നേരിട്ട് കണ്ടപ്പോൾ മായേക്കാളും ചിത്ര എന്ന് പറയുന്ന റോളിനാണ് പുള്ളിക്കാരി ആദ്യം ആ ട്രാക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും അനൂപും നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അനൂപും റൈറ്റർ കൈലാഷ് എല്ലാവരും പറഞ്ഞപ്പോൾ നമുക്ക് ആർക്കും മായയായിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് സൂട്ട് ആവുന്നില്ല, ചിത്രമായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ തന്നെ പ്രൊഡ്യൂസറിനോട് സംസാരിച്ചു, ഇങ്ങനെ വെച്ചു. അപ്പോൾ മായ എന്നുള്ള ഇതിന് ഒരു പെർഫെക്റ്റ് കാസ്റ്റ് എൻ്റെ ഉണ്ട്, ഞാനത് സംസാരിക്കാമെന്ന് പറഞ്ഞു ശ്രുതിയെ സംസാരിച്ചു. അപ്പോഴെല്ലാം അപ്പോഴെല്ലാം പ്രീ നടക്കുന്ന സമയമാണ്. അപ്പോൾ റൈറ്റർ ആനന്ദ് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ വെയിറ്റ് ചെയ്യണം, അവൻ്റെ പേര് ആര് കാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഈ കാസ്റ്റ് നടന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞില്ല, വിട്ടുപോയി.
അപ്പോൾ ശ്രുതി ഒരു നാനയിലോ എന്തോ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ അതിൽ അതാ ഇങ്ങനെ ചായക്കടയിൽ നിന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത പടങ്ങൾ എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി അപ്പോൾ മായയുടെ കാസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞായിരുന്നു. എപ്പോൾ കഴിഞ്ഞു? അതൊരു 2 ആഴ്ചയായി. അപ്പോൾ എന്ന് എൻ്റെ അടുത്തൊരു വാക്ക് പറയണ്ടെന്ന് പറഞ്ഞു. അവൻ വെയിറ്റ് ചെയ്യായിരുന്നു ആരാണ് ഈ മായ ചെയ്യുന്നതെന്ന് അറിയാനായിട്ടോ. അവ അത് ചായക്കടയിൽ പത്രത്തിൽ വായിച്ച് അറിയേണ്ടി വന്നു. അമ്പാടി എന്നാണ് എല്ലാവർക്കും അറിയുന്നതിന്റെ ഒറിജിനൽ പേര് പറഞ്ഞു കൊടുക്കാതെ എല്ലാവർക്കും. എന്റെ പേര് അഭിനവ് ശ്രീകാന്ത്. ഞാൻ പോലും വന്നപ്പോ അമ്പാടി എന്നാണ് വിളിച്ചത്. ഇവൻ ശരിക്കും പഠിപ്പിയാണ് ഒറിജിനലി? അല്ല, 10 വരെ അതെല്ലാ പിള്ളേരും പ്ലസ് ടു. ഏതാ സബ്ജക്ട്? ഏതാ? കൊമേഴ്സ്. 10 വരെ കിടിലായിരുന്നു. ഭയങ്കര പഠിപ്പിക്കും. 10 കഴിഞ്ഞ മൊത്തം എത്ര പ്ലസ് ഉണ്ടായിരുന്നു? ഞാൻ CBSE ആണ്. എന്നാ അതാ പെർസെന്റേജ് ഉണ്ട് 88. ഞാൻ സ്കൂളിൽ പഠിപ്പിയായിരുന്നു കേട്ടോ. ചോദിച്ചില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത് വെച്ചാ ഇവന്റെ ഒരു സീനില് അല്ലാണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ആ സീനിൽ ഇങ്ങനെ ഇവൻ എന്നെയും കൂടി കളിക്കാൻ കൂട്ടുമെന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ല മാറ്റി നിർത്തുന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ മാറ്റി നിർത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ചേട്ടാ? ഞാൻ പഠിപ്പില്ലായിരുന്നു ചേച്ചി. ഞാൻ അത്യാവശ്യം പഠിക്കുന്നുള്ള മൂഡ് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. എല്ലാത്തിനും പണ്ടേ അലമ്പനായിരിക്കും. അയ്യോ അല്ലല്ല, ഞാൻ ഭയങ്കര പഠിപ്പിയായിരുന്നു. നീ പഠിപ്പില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തില്ല, ഇപ്പൊ പ്ലസ് ടു. നീ എങ്ങനെയാണ് ഈ ക്യാരക്ടറിന് പോയത്? എങ്ങനെയാ? ഞാൻ ശരിക്കും പറഞ്ഞ എന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വിളിക്കട്ടെന്ന് പറഞ്ഞു. അതായത് ഞാൻ കുറെ അഡ്വർടൈസ്മെന്റും പിന്നെ ലൈവ് ഷോയിൽ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ഇനി ഇങ്ങോട്ട് ആരെങ്കിലും വിളിക്കട്ടെ, സിനിമയല്ലേ ആരും വിളിക്കുന്ന എനിക്ക് തോന്നിയില്ല, എന്നാലും വിളിക്കട്ടെന്ന് വിചാരിച്ചിരുന്നു. അപ്പത്തേക്ക് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡിഷൻ വന്നിട്ടുണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് പോകണ്ടായി. ഞാൻ കുറെ ഓഡിഷനിൽ പോയിട്ടുണ്ട്, ഒന്നിനും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഓഡിഷൻ ഒന്നും വേണ്ട, ഇങ്ങോട്ട് ആരെങ്കിലും വിളിക്കണമെങ്കിൽ പോകാന്ന് വിചാരിച്ചു. അപ്പൊ അച്ഛൻ നിർബന്ധിച്ച് ഞാൻ അങ്ങോട്ട് പോയി. പോയപ്പോ എന്താണ് ഒരു വിരിശേട്ടം ഉണ്ടായിരുന്നു, അന്നും ഇങ്ങനെ സാമേട്ടം ഉണ്ടായിരുന്നു, കണ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, അനുവേട്ടം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവര് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് പിന്നെ സിറ്റുവേഷൻ ഒക്കെ തന്നു. അപ്പൊ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിലും കിട്ടൂല. ദുഷ്ടന്മാരായിരുന്നു അന്ന് ആദ്യം കണ്ടപ്പോ. ഇല്ല എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കണ ചോദ്യം എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ താമസിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പഴവങ്ങാടി. പഴവങ്ങാടിയിൽ എവിടെയായിട്ട് വരും? ഞാൻ പറഞ്ഞ് അവിടെ ഒരു അമ്പലമുണ്ട് ഗണപതി കോവിലിന്റെ സൈഡിലായിട്ട്. അല്ല അത് സൈഡ്, ഇപ്പുറത്തെ സൈഡാണോ ഇപ്പുറത്തെ സൈഡാണോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ടെൻഷനായി. എനിക്ക് ഓഡീഷൻ എന്നൊക്കെ പറയുമ്പോൾ ടെൻഷൻ. അങ്ങനെ പിന്നെ ക്രിക്കറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കള്ളമാണ് അത്. എന്റെ അടുത്ത് ചോദിച്ച് ക്രിക്കറ്റ് അറിയാമോന്ന് ചോദിച്ചു. എന്റെ അച്ഛൻ പറഞ്ഞു എന്ത് ചോദിച്ചാലും അറിയാന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ക്രിക്കറ്റ് അറിയാമെന്ന് ചോദിച്ചപ്പോ ഞാൻ അപ്പഴത്തേക്കും സാവണ്ണന് ആരോ എടുത്ത് ഒരു ബോട്ടിൽ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഒന്ന് വീശി കാണിച്ചു തരാൻ പറഞ്ഞു. പോയി അവിടത്തെ എല്ലാം പോയി. പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, എന്നിട്ട് ചേട്ടൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് ലാസ്റ്റ് ഞാൻ വിചാരിച്ചില്ല കിട്ടുന്ന വിചാരിച്ചില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയുണ്ട്, ക്യാമ്പൊക്കെ ഉണ്ട്, വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. കിട്ടി. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഒരു സീനായിരുന്നു ഇവന്റെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെഫറൻസ്. ചേട്ടൻ ഡൈ ഹാർഡ് ഫാൻ ആണോ? ഉറപ്പായിട്ടും. അത് അങ്ങനെ ഒരു കാര്യം, ആ ഫ്രെയിമൊക്കെ സൈമിൾട്ടേനിയസ്ലി അപ്പോൾ തോന്നി ചെയ്തതല്ല. അതെല്ലാം ആ ഷോർട്സ്, ഈ സിനിമയിലെ എല്ലാ ഷോർട്സും പ്രീ ഡിസൈൻഡാണ്. അപ്പോൾ ഈ അമ്പാടി ഇപ്പോൾ വന്നു കയറിയ കാര്യം തന്നെ പറഞ്ഞപ്പോൾ ഇവൻ വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഇതാണ് അമ്പാടി എന്നൊരു സൈലൻറ്റ് കമ്മ്യൂണിക്കേഷന് തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. പരസ്പരം നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല, എല്ലാവർക്കും ഉറപ്പായി ഇവൻ തന്നെയാണ്. അപ്പോൾ എന്നോട് ചർച്ച ചെയ്തിട്ടൊന്നുമില്ല സാമേട്ടൻ ആ കുപ്പി കൊണ്ട് കൊടുക്കുന്നതുമില്ല. അപ്പോൾ ഇവന് ക്രിക്കറ്റ് അറിയില്ല എന്നൊരു സാധനം വന്നപ്പോൾ തന്നെ ഇവൻ്റെ ക്രിക്കറ്റിംഗ് ഷോട്ടിലെ ബോളെല്ലാം CG ആണ്. മീൻസ് ഇവൻ അടിക്കുന്നതല്ല, വളരെ ചില ഷോട്ട്സിൽ മാത്രമാണ് അങ്ങനെ അടിക്കുന്നത്. അപ്പോൾ 6 അടിക്കുന്നതൊക്കെ ബാറ്റിൽ നിന്ന് കൊള്ളുന്ന സാധനങ്ങൾ പോയാൽ അതെല്ലാം CG ആണ്. അപ്പോൾ ക്രിക്കറ്റ് അത് വലിയ പ്രശ്നമല്ല. പക്ഷേ അവൻ ആ ക്രിക്കറ്റ് സമയത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്താണോ അത് കറക്റ്റായിട്ട് തിരിച്ച് ചെയ്യുന്നുണ്ടോ. ഈ സച്ചിൻ്റെ സാധനത്തിലൊക്കെ അമ്പാടിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ആ ഷർട്ട് മാറ്റിയിടുന്നത്.
അപ്പോൾ ഈ സാധനത്തിലൊക്കെ അവൻ കറക്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷനിലോട്ടൊക്കെ വന്നിരുന്നു. കാര്യം റിഹേഴ്സൽ സമയത്തും റിഹേഴ്സൽ സമയത്ത് അവനത് ചെയ്യുമ്പോൾ ചെറിയൊരു സങ്കോചം ഉണ്ടായിരുന്നു, പക്ഷേ അത് ആ സമയത്ത് പൊളിയുമെന്നുള്ളത് നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കാല് ക്രോസ് ചെയ്ത് വെച്ച് നിൽക്കുന്ന സാധനത്തിൽ ശരിക്കും അതെനിക്ക് രോമാഞ്ചം അടിച്ചു. കാര്യം ക്രിക്കറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഒരേ സമയം ഞാൻ ഒരു ക്യാമറ വെച്ചിട്ട് ക്രിക്കറ്റും കൈലാഷും ആനന്ദും മറ്റൊരു ക്യാമറ വെച്ചിട്ട് ഈ പൂർത്തിയുടെ കമൻട്രി, ഇത് രണ്ടും ഒരേ സമയത്ത് ബാക്കിലും ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഷോട്ട് എടുത്ത് തന്നെ വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് എല്ലാവരെയും കാണിച്ചു. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഒരു കാരണവശാലും ഈ ഷോട്ടിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ പാടില്ല, ഇതിൻ്റെ ജംപ് കട്ട് ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെ തന്നെ വേണം, അത് വർക്കാവും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് മൊത്തം 90s കിഡ്സിനുള്ള രോമാഞ്ചമാണ്. കൈയടിക്കും നിന്നെ 90s മാത്രല്ല ഇപ്പോഴത്തെ 90s അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ സ്വാഭാവികമായിട്ട് വന്നത്. നമ്മളങ്ങനെ പർപ്പസ്ഫുള്ളി വരുത്തിയൊരു കാര്യമല്ല. കാര്യം പടം ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം ആയതുകൊണ്ട് തന്നെ, പിന്നെ ഈ റെഫറൻസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നും കൂടെ ആണല്ലോ. ഇതിൽ ഏറ്റവും വലിയൊരു റെഫറൻസ് നമ്മളെ പാവം രാജുവേട്ടനെ നിങ്ങൾ എല്ലാരും കൂടി എയറിലാക്കി ഇലുമിനാറ്റി ആക്കി എന്നുള്ളതാണ്. അത് പുള്ളിയെ തന്നെ കാസ്റ്റ് ചെയ്യാനിരുന്നതാണെന്നുള്ളതാണ് വേറൊരു സത്യം. ആണോ? സൈജു ചേട്ടൻ്റെ ക്യാരക്ടർ. സൈജു ചേട്ടൻ്റെ ക്യാരക്ടർ ആക്ച്വലി ഞങ്ങൾ ഡിസൈൻ ചെയ്തത് രാജുവേട്ടനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. പക്ഷേ അത് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല, അങ്ങോട്ട് ഗെറ്റ് ത്രൂ ചെയ്യാൻ പറ്റിയില്ല. പുള്ളിയുടെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ മെയിലിലൊക്കെ പുള്ളിയെ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത, പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് സാധനം. പുള്ളിക്കൊരു ഇലുമിനാറ്റി കോൺസ്പിറസി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു സ്പൂഫ് പരിപാടി അങ്ങനെ ഒരു സാധനമാണ്. അവിടെ ഈ കൂടെ പൃഥ്വിരാജ് എന്ന പേരുള്ള ഒരുത്തനും കൂടെ ചെന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോമഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ സൈചേട്ടൻ നമ്മുടെ ഒരു എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. സൈചേട്ടൻ ആക്ച്വലി ഇല്ലാത്ത ഡേറ്റ് ഉണ്ടാക്കിയെടുത്ത് വന്നതാണ്. സോ നമുക്ക് സൈചേട്ടൻ വേണം എന്ന് അത്രയും നിർബന്ധം പിടിച്ചതുകൊണ്ട് പുള്ളി വന്ന് ചെയ്തതാണ്. അപ്പോൾ അത് മൂന്ന് ദിവസത്തെ ഡേറ്റിലാണ് പുള്ളി വന്ന് ചെയ്തത്. ഒന്ന് നോക്കിയറിയാം, അതിൽ സൈചേട്ടൻ്റെ മേക്കപ്പിന് ഒരു പൃഥ്വിരാജ് റെസംബ്ലൻസ് ഉണ്ട്. അത് മേക്കപ്പ് മാൻ രതീഷ് പുൽപ്പള്ളി മനഃപൂർവ്വം ചെയ്ത ഒരു കരവിരുതാണ്. മൊത്തം റെഫറൻസ് വെച്ചിട്ടുള്ള പടമാണ് ഇതിലുള്ളത്. ചിലപ്പോ ഈ റെഫറൻസ് വെച്ചിട്ടുള്ള ഫിക്ഷൻ ആകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പൊ ARM പോലത്തുള്ള സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെയാണ് കഥ. പക്ഷെ ഒരു റെഫറൻസ് വെച്ചിട്ട് കഥകൾ വരുമ്പോൾ കുറച്ച് ക്രിഞ്ചടിക്കാം, അതടിക്കാം, ഇതടിക്കാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇലുമിനാറ്റി ആയാലും ഈ പൃഥ്വിരാജിന്റെ പേരായാലും നമുക്ക് ചിരി മാത്രമേ വരുന്നുള്ളൂ. അത് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? അത് ആക്ച്വലി നമ്മുടെ ഈ ഗ്യാങ്ങിൻ്റെ കൂടെ, ഇതിൻ്റെ ഒരു ക്യാമറാമാൻ റൈറ്റേഴ്സ് ഇറങ്ങുന്ന ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ നിങ്ങളൊരു അരമണിക്കൂർ സംസാരിച്ചാൽ അതിലൊരു 20 മിനിറ്റിലും സിനിമ റെഫറൻസുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മുടെ എഴുത്ത് സത്യസന്ധമാണോ എന്നുണ്ടെങ്കിൽ ആ റെഫറൻസുകൾ അങ്ങ് വരുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ഒരു റെഫറൻസും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ തന്നെ സംസാര ശൈലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ അതൊരു ഓവർഡോസ് ആവാതെ ഒരു ലിമിറ്റിൽ നിൽക്കണം എന്നുള്ള കാര്യം. ഒരുപാടായി കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ഇപ്പോൾ ഇത് ഞാനിപ്പോഴും പറയാം, ഇതിൻ്റെ ഒരു 50% റെഫറൻസേ പുറത്ത് പിടിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഉണ്ട്, പിടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ആക്ച്വലി ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള സംഭവം എനിക്ക് തോന്നുന്നു പണ്ട് അത്രയധികം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സിനിമകളിൽ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്, കാസ്റ്റിംഗ് ഡയറക്ടർ വേണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന നിലയിൽ എന്താണ് പറയേണ്ടത്? ശരിക്കും സിനിമക്ക് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ തന്നെ വേണോ, അല്ലെങ്കിൽ നോർമലി എല്ലാവരും ഇരുന്നിട്ട് കാസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു പൊസിഷൻ അങ്ങനെ ആവശ്യമുണ്ടോ കാസ്റ്റിംഗ് ഡയറക്ടർ? ഞാൻ ഈ സിനിമയിലാണ് ആക്ച്വലി കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത്. പിന്നീട് ചെയ്ത സിനിമകൾ ഇതിൽ കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ കൂടെ ട്രെയിനർ അല്ലെങ്കിൽ പെർഫോമൻസ് ഡിസൈനർ എന്നൊക്കെ, ക്യാരക്ടർ ഡിസൈനർ എന്നൊക്കെ, അതാണിപ്പം കുറച്ച് അതിന് ശേഷം ഉണ്ടായിരുന്ന കുറേ സിനിമകളിലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ഡയറക്ഷൻ ബാക്കി മുമ്പെല്ലാം എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അത് ഇവിടെ ഇപ്പം മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. കാസ്റ്റിംഗ് ഡയറക്ടർ ശരിക്കും ആവശ്യമാണ്. കാരണം നേരത്തെ ഇതെല്ലാം ഡയറക്ടറായിരുന്നല്ലോ ചെയ്തുകൊണ്ട്. ഡയറക്ടർക്ക് ഒരുപാട് ജോലികളുണ്ട്. ഡയറക്ടറെ സപ്പോർട്ട് ചെയ്യുന്ന പല പല കാര്യങ്ങൾ ചെയ്യാം. അതങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ആളുകളെ കണ്ടെത്തി ചെയ്യേണ്ട ഒരു സമയമാണ്. ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ഫേസുകൾ വേണം, അല്ലെങ്കിൽ ശരിക്കും ക്യാരക്ടർ തന്നെയാണ്. ക്യാരക്ടറിന് അനുയോജ്യമായിട്ടുള്ള ആളുകളെയാണ് എടുക്കുന്നത്, അല്ലാതെ ആക്ടേഴ്സിന് പറ്റുന്ന ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാല്ല. അപ്പോൾ അതുകൊണ്ട് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിൻ്റെ ജോലി വളരെ ഭീകരമായ ഒരു ജോലിയാണ്. കാരണം ഒരു ക്യാരക്ടറിന് പറ്റിയ ആളെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അത് ഒരാൾക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടർക്ക് മാത്രമായിട്ടോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സോ അതുകൊണ്ട് ഇപ്പം കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ജോലി സിനിമയിൽ വളരെ ആവശ്യമായ ഒന്നാണ്. അത് ഒരുപാട് പേര് ഇപ്പം അത് ചെയ്യുന്നുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു മറ്റേ മഞ്ഞുമ്മലിൽ ഗണപതി കാസ്റ്റിംഗ് ഡയറക്ടർ ആയപ്പോഴാണ് കുറച്ചുകൂടെ അതിനൊരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ളൊരു സംഭവം അങ്ങനെ ഉണ്ടെന്ന് കുറെ ആളുകളിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ആയിരിക്കാം.
അതിന് മുന്നേ അതിന് casting മുമ്പേ ഉണ്ട്, director casting director ഉണ്ട്. ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു അതിന് ഇത് മുമ്പ് തന്നെ വന്നത് ഇതിലിപ്പോൾ സാമേട്ടൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അദ്ദേഹം കാസ്റ്റിംഗ് ഡയറക്ടറും ട്രെയിനറും കൂടെ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മളെ വരുന്ന കുട്ടികൾ പലരും ഈ റീൽസിലൊക്കെ അവർ നന്നായിട്ട് അഭിനയിക്കും. അപ്പോൾ ഈ റീൽസ് ആക്ടിങ്ങും സ്ക്രീൻ ആക്ടിങ്ങും ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ പുള്ളിയും പുള്ളിയുടെ ഒരു ടീമും ചെയ്തുകൊണ്ടിരുന്നത് സുജയ് സുദർശൻ, പ്രണവ്, അഹല്യ, അഭിഷേക്, ഇവരെ പുള്ളിക്കൊരു വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു. ഇവർ ഓൺ സെറ്റിലുണ്ടായിരുന്നു. ഓരോ ഷോട്ടിന് മുമ്പായിട്ട് ആക്ടേഴ്സിനെ, അത് ചൈൽഡ് ആക്ടേഴ്സിനെ ലൈൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്യുക. അതായത് ഇമോഷൻ ഒന്നും പറഞ്ഞു കൊടുക്കില്ല, ലൈൻസ് ബൈഹാർട്ട് ചെയ്യുക. അത് അവരുടേതായിട്ടുള്ള രീതിയിൽ മറ്റേ പഠിച്ച് പറയുന്ന പോലെയല്ല, ഇതാണ് കോണ്ടക്സ്റ്റ്, ഇത് പോയി പറയാം. അപ്പോൾ എനിക്ക് ഓരോ ഷോട്ടിന് മുമ്പ് ഇവന്മാരെ കിട്ടുമ്പോൾ ഓൾറെഡി ലൈൻ എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്ന ഇമോഷനിൽ ഈ രീതിയിൽ ഇന്ന എൻ്റെ പഞ്ചോഷം കൊടുത്ത് പറയുക, ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും, ആ രീതിയിൽ പറയുക എന്നുള്ളൊരു സാധനമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ മേജർ സീൻസിനും പടത്തിൻ്റെ 80% ക്രൗഡാണ്. ഏത് സീൻ എടുക്കാനായിരുന്നു കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായത്? ഒന്നാമത് ഈ പിള്ളേരെ വെച്ച് ചെയ്യുന്ന പടം എല്ലാം പുതിയ പിള്ളേരാണ്. അപ്പോൾ എത്രത്തോളം ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഏത് സീനായിരുന്നു ഏറ്റവും കൂടുതൽ കുറേ റീടേക്ക് എടുത്ത് ചെയ്ത, അല്ലെങ്കിൽ കുറേ പ്രയാസമായിട്ട് തോന്നിയൊരു സീൻ ഏതാ? റീടേക്ക് അങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാടൊന്നും പോയിട്ടില്ല. അതിന് കാരണക്കാരൻ സാമേട്ടൻ്റെ ടീമുമാണ് കാര്യം. അതെ. പിന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു ഫ്രീസ് പരിപാടിയാണ്. അപ്പോൾ ഫ്രീസ് സാധനം ശരിക്കും ഫ്രീസായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. അതെ, BTS ഉണ്ടായിരുന്നു. അതിൻ്റെ BTS വരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ കണ്ടു. കോളിവുഡില് അവർക്കൊരു ടൈം ഫ്രീസ് ഉണ്ട്, പക്ഷെ നമുക്കിവിടെ മോളിവുഡിലും അത് ക്രെഡിറ്റ് പല ആൾക്കാർക്കാണ്. അതിൽ ശ്രീജിത്ത് കലൈരസ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ് അതിൻ്റെ VFX. ഈ സിനിമയുടെ കംപ്ലീറ്റ് VFX ചെയ്യുന്ന ഒരേ ഒരാളാണ്. മറ്റ് സിനിമക്ക് ഇപ്പോൾ ചെറിയ സിനിമകളാണെങ്കിൽ പോലും ഒന്ന് കൂടുതൽ പേരുണ്ട്, ഇതിവിടെ ഒരാളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൻ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രീവിയസ് നമുക്ക് ചെയ്തു തന്നിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കട്ടില്ലാത്ത ഒറ്റ ഷോട്ടായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടേക്ക് പോകും. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് ചെയ്യാം എന്നുള്ളൊരു സാധനം തരുന്നത് ശ്രീജിത്താണ്. അപ്പോൾ എവിടെയൊക്കെ കട്ട്സ് എങ്ങനെ വേണം, ഒരു പേനയുടെ നിബിനകത്തൂടെയൊക്കെ വരുന്ന ഷോട്ടൊക്കെ ആക്ച്വലി അവൻ്റെ ഐഡിയ ആണ്. അപ്പോൾ ഈ ആ ഒരു സംഭവം എഡിറ്റ് ചെയ്തതും ആ സമയത്ത് കോർഡിനേറ്ററായിട്ടുണ്ടായിരുന്നതൊക്കെ അവനാണ്. സോ ശ്രീജിത്ത് അതിലൊരു വലിയൊരു പാർട്ടായിട്ടുണ്ട്. ബാക്കി ആക്ടേഴ്സ് അതിൽ ചെയ്തിരിക്കുന്ന എല്ലാവരും ഫ്രീസായിട്ട് അഭിനയിച്ചിരിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന അജുവായിട്ടുണ്ട്. കാര്യം ഏതായാലും സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് സീനാണ് ഈ ഒരു ടൈം ഫ്രീ. അത് ഒരു ദിവസം ഫുൾ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഫുൾ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു ഇത് ആലോചിച്ച് നോക്കണം. അജുവേട്ടനൊക്കെ ആ നിപ്പാണ് നിന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിക്കറ്റ് സീന് 3.5 ദിവസം കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഭയങ്കര ഒരു മെഡിക്കൽ ടീമിനെയൊക്കെ വെച്ചിട്ട് കുട്ടിയൊക്കെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ടീമും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വെയിൽ കൊണ്ടത് ഇതിലൊരാൾ അവനാണ്. വലിയ ഗ്രൗണ്ടിനകത്ത് ഒരു 3.5 ദിവസം ഫുൾ വെയിൽ കൊണ്ട് ഇടയ്ക്ക് ഇവർ തലകറങ്ങും, തലവേദന എടുക്കും, ടയേർഡാവും. അപ്പം അപ്പെല്ലാം നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ശരിക്കും ആ സീൻ എടുത്തത്. പക്ഷെ ഇവന്റെ ആ ഒരു ക്രിക്കറ്റ് സീനിലൂടെ എല്ലാരും മറ്റേ പഠിപ്പികളെ പാൽക്കുപ്പികൾ എന്നാണല്ലോ വിളിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊന്നും അറിയില്ല. അതൊരു ക്ലീഷയെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു സീനാണ്. അതൊക്കെ ഇങ്ങനെ ഈ ക്ലീഷയെ ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാണോ, അല്ലെങ്കിൽ ഒരു ക്ലീഷ ബ്രേക്ക് ചെയ്യുന്നുള്ള ആയിരുന്നില്ല ഉദ്ദേശം. കാര്യം ഇതിലെ പഠിപ്പിസ്റ്റ് ക്യാരക്ടർ എന്നുള്ളൊരു സാധനം വരാൻ നേരത്ത് മറ്റൊരു 3 ഇഡിയറ്റ്സിലെ ചതുരോ അല്ലെന്നുണ്ടെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പറിലെ KT മിറാഷോ ആവരുത്. കാര്യം കഥ വൺ സൈഡഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജസ്റ്റിസ് കൃത്യമായിട്ട് ഇതാവില്ല. അപ്പോൾ ശ്രീകുട്ടൻ്റെ ശത്രുവാണ് എന്ന് വെച്ചാൽ അമ്പാടി അവിടുത്തെ വില്ലനാണെന്ന് കരുതി നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. അമ്പാടിക്കൊരു കഥയുണ്ട്. അമ്പാടി നമ്മുടെ ഒരു മറ്റേ റൈസ് ഓഫ് എ ലീഡർ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അതിൽ ആ അമ്പാടി പ്രതിഷേധിക്കുന്നിടത്താണ് ശ്രീകുട്ടനും അവന് ജോയിൻ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അവിടെ അമ്പാടി അത് ടീച്ചറെ അടുത്ത് ആദ്യം തന്നെ എതിർത്ത് നിന്നാണ് പഠിപ്പിക്കുന്നുള്ള ടീച്ചറിന് വരെ ഷോക്കായിരുന്നല്ലോ. അതെ, ആക്ച്വലി ഇവനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ശരിയായിട്ടുള്ള ലീഡർ ആവാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ശ്രീകുട്ടനോടുള്ള ശത്രുത അല്ലെന്നുണ്ടെങ്കിൽ വോട്ട് നേടണം, അതൊന്നും അല്ല അവൻ്റെ പരിഗണന. അവൻ്റെ കൂട്ടുകാർക്ക് അവൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് അവൻ ആ പ്രതിഷേധം ചെയ്യുന്നത്. സോ ഈ സിനിമ പൊളിറ്റിക്കൽ കൂടി ആവുന്നത് അത്തരം കാരണങ്ങളുണ്ടാണ്. ഇതിനകത്ത് ഈ അമ്പാടിയുടെ ക്യാരക്ടർ നമ്മൾ കൺസീവ് ചെയ്ത് ഇപ്പം ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഈ ക്യാരക്ടർ അമ്പാടിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവന് സത്യത്തിൽ എല്ലാവരോടും സംസാരിക്കണമെന്നും കൂട്ടുകാരോട് മിങ്കിൾ ചെയ്യണമെന്നും ഒക്കെ ഉണ്ട്. പക്ഷെ ആ സോഷ്യലൈസേഷൻ്റെ ഒരു പ്രശ്നം അവൻ വളർന്നു വരുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ അവന് അത്തരത്തിലുള്ള ഒരു സഭാകമ്പമൊക്കെ ഉണ്ട്, ഫ്രണ്ട്സിനോട് മിണ്ടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ആ ഫ്രണ്ട്സ് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇവനെ കൂടെ കൂട്ടുമ്പോഴാണ് ആ സപ്പോർട്ടാണ് ശരിക്കും അവനെ പുറത്തു കൊണ്ടുവരുന്നത്. അതിനുശേഷം അവൻ കളിയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതിനുശേഷമാണ് അവൻ പ്രതിഷേധിക്കുന്നത്.
അപ്പോൾ ആ അമ്പാടിയുടെ ആ ഒരു ലവ് മൊത്തം ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഇവർ കൂടെ കൂട്ടുന്ന സമയത്താണ്. ശരിക്കും അങ്ങനെ ഒരു സപ്പോർട്ട് ഇവന് കിട്ടുന്നു. ഇതിലെ പാട്ടുകളും അടിപൊളിയായിട്ട് വന്നൊരു സംഭവമാണ്. ഇനി എന്താണ്, അതായത് ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു കയ്യടികളോ ഒന്നും നേടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് OTT-യിൽ ഇറങ്ങിയപ്പോഴാണ് കുറച്ചുകൂടി ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഏതൊരു സിനിമയുടെ ഇതായാലും കൊമേഴ്ഷ്യൽ ആസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. പ്രൊഡ്യൂസർക്ക് ലാഭം കൊടുത്തിരുന്നു ഈ സിനിമ? ആക്ച്വലി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിക്കലി നമ്മൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഫസ്റ്റ് പടമാണ്, നമ്മളും ഒരു ബിഗിനേഴ്സാണ്. മോർ ദാൻ മറ്റെന്തിനേക്കാളും നമുക്ക് രണ്ട് കൂട്ടർക്കും ഇതൊരു പാഷൻ പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബെസ്റ്റ് നമ്മൾ തിയേറ്ററിക്കലി ഇറങ്ങിയ സമയത്ത് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ തൊട്ടടുത്ത ഇപ്പം നമുക്ക് ക്രിട്ടിക്കലായാലും ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ആയാലും ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് വേർഡ് ഓഫ് മൗത്ത് വന്നിരുന്നു. ഒരാഴ്ച നല്ല രീതിക്ക് പോയി, തൊട്ടടുത്ത ആഴ്ച പുഷ്പ വന്നപ്പോൾ നമ്മുടെ ഒരു സിംഹഭാഗം തിയേറ്റേഴ്സും പോവുമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന തിയേറ്റേഴ്സിലെല്ലാം അത്യാവശ്യം ആ സമയം മാറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി റീച്ച് ഉണ്ടായേനേന്ന് അതാ തോന്നുന്നു. സമയത്തേക്ക് പിന്നെ വേറൊരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് ബാക്കി ഫെസ്റ്റിവൽ റിലീസുകൾ കുറേ കുറേ സിനിമ സിനിമകൾ. പക്ഷെ പുഷ്പ വന്ന് പോയിട്ടും നമുക്ക് വനിതാ വിനീതയിലൊക്കെ വീണ്ടും ഷോസ് തന്നു. വനിതാ വിനീതയൊക്കെ വോളണ്ടിയർലി നമ്മുടെ പടം കാര്യം അവർക്ക് പുഷ്പ പോലെയുള്ള സ്ക്രീൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് അവർക്ക് ലാഭം. എന്നിട്ടും അതിന് വനിതാ തിയേറ്ററിലെ മാനേജർ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ പടം ഇട്ട് തരാമെന്ന് പറഞ്ഞ് കാര്യം ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ തിയേറ്ററുകാരെ എനിക്ക് രണ്ട് സൈഡ് പറയാനുണ്ട്. അതായത് ട്രിവാൻഡ്രം കൈരളി ശ്രീനിള ആ തിയേറ്ററിൽ നമുക്ക് 4 ഷോ വെച്ചിട്ട് 2 ആഴ്ചയോളം തന്നിരുന്നു. കാര്യം അവർക്കും വലിയ റിലീസ് വന്നിട്ടും നിങ്ങളുടെ പടത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തു തരുന്ന പുള്ളിക്ക് മാനേജർക്ക് പടം ഇഷ്ടപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ തിയേറ്ററിൻ്റെ മാനേജർ ജസ്ലി ചേട്ടൻ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ പടം ഞങ്ങൾ ഇട്ട് തരികയാണ്, വരുന്നവർ വന്നോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം നമുക്ക് ഹോൾഡ് ചെയ്തു തന്നു. അതുപോലെ തന്നെ ഒരു തിയേറ്ററിൽ നമ്മൾ അറിഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 130 സീറ്റുള്ള തിയേറ്ററിൽ 60 പേര് വന്നിട്ട് ഒരു ഷോ ഇട്ടില്ല. അങ്ങനെ കാര്യം നെക്സ്റ്റ് ചേഞ്ച് എന്നുള്ളൊരു സാധനം കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നോ ഷോ മാർക്ക് ചെയ്യണം. സോ നെക്സ്റ്റ് ചേഞ്ച് അടുത്ത വരാനിരിക്കുന്ന പുഷ്പാട്ടുമാണ്. സോ അതിങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് നോ ഷോ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ നോ ഷോ മാർക്ക് ചെയ്തതിൻ്റെ ഒരു വിക്റ്റിമായി ഞങ്ങൾ. മനഃപൂർവ്വം അപ്പോൾ അതെ, അത് 60 പേര് വന്നിട്ടും അവര് ഷോ ഇട്ടില്ല എന്നുള്ള. ഇപ്പൊ ആ തിയേറ്റർ ഓണേഴ്സിനൊക്കെ കാണാറുണ്ടോ? അല്ല, അവർക്ക് അതൊരു മാറ്റർ അല്ല. അവർക്ക് എല്ലാ ആഴ്ചയും അങ്ങനെ ഒരു ഇത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു നമ്മുടെ ഈ സിനിമയെ പറ്റി OTT റിലീസിന് ശേഷം ഒരു ഓൾ ഇന്ത്യ അപ്പീൽ കിട്ടുന്ന രീതിയിൽ ന്യൂസ് വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ പഞ്ചാബിൽ നിന്ന് ആ ഒരു ഇതൊക്കെ കിട്ടിയ കാര്യം. സോ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറ്റൻഷൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അകത്തുനിന്ന് മാത്രമല്ല, ഇപ്പോൾ സൈനയ്ക്ക് പുറത്തുനിന്ന് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. സോ ഒരു സിനിമ വിജയമാവുന്ന അങ്ങനെയും കൂടെയാണ് ജോന്നി. അപ്പോൾ ഇനി ഉറപ്പായിട്ടും പ്രൊഡ്യൂസേഴ്സും ഇതിൻ്റെ പ്രോഫിറ്റിലേക്ക് എത്തും. അന്ന് തിയേറ്റർ റിലീസിന് സമയത്തും കണ്ടവരിൽ ഒരാളും നെഗറ്റീവ് വ്യൂസ് പറഞ്ഞായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കണ്ടവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞേ. നിങ്ങൾ എന്താണ് കുറച്ചുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, അവർ വിഷമത്തിലാണ് നമ്മളോട് പറയുന്നത്, കുറച്ചുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, നല്ല സിനിമയാണ് പ്രതീക്ഷിക്കാതെ. ആ സമയത്ത് കുറെ ചിൽഡ്രൻസ് മൂവി എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് കുറച്ച് മൂവീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ രീതിയിൽ ഒരു കുട്ടികളുടെ പടം എടുത്ത സിനിമ ഇത് തന്നെയാണ്. എല്ലാവരും പറയുന്നുണ്ട് ഈ വർഷം ഇറങ്ങിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. അത് ചിൽഡ്രൻസ് ഫിലിം എന്നുള്ള കാറ്റഗറി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സംസാരം. ഈ സിനിമ ഇപ്പോഴും കാണാത്ത ആളുകളുണ്ടാവും. അപ്പൊ അവരോട് ആയിട്ട് ഈ സിനിമ എന്തുകൊണ്ട് കാണണമെന്ന് ഒരു വേർഡിൽ എല്ലാവർക്കും ഒന്ന് പറയാൻ പറ്റും? ഒന്ന് കണ്ടു നോക്ക്. അതെ, കണ്ടു നോക്കുക. അല്ല, അത് എന്തുകൊണ്ട് കാണണം എന്നുള്ളതിന് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അതായത് ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും എങ്ങനെയെങ്കിലും ഷൂട്ട് തീർത്തിട്ട് പോയാൽ മതി എന്ന് വർക്ക് ചെയ്തിട്ടുള്ളവരല്ല. ഈ സിനിമ വിജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് കൂടെ കൂടിയവരാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും. സോ ഒരു പാഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ടാഗായിട്ട് ഞാൻ പറഞ്ഞതല്ല, ഇത് ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ സിൻസിയർ വർക്ക് അതിൻ്റെ ഫലം എപ്പോഴായാലും തന്നിരിക്കുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കിട്ടുന്ന ഒരു ഈ നാഷൻ വൈഡായിട്ട് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ. സോ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിനിമ ആണ്. അതെ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ചെറിയ സിനിമ എന്ന് പറഞ്ഞിട്ട് ഏത് സിനിമ, എല്ലാവരും സിനിമ ചെയ്യുന്നത് വിജയിക്കാൻ തന്നെയാണ്. പക്ഷെ അതൊരു ചെറിയ സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും പറയുന്നില്ല ഞങ്ങളുടെ സിനിമ ഒരു ചെറിയ സിനിമയാണെന്നുള്ള കാര്യം. ഒരുപാട് എഫേർട്ട് എടുത്ത് നന്നായിട്ട് ചെയ്തൊരു സിനിമയാണ്. ഇവരുടെ ആ ഒരു ഹാർഡ് വർക്ക് നേരിട്ട് കണ്ടവരിൽ കുറച്ച് പേരിൽ ഒരാളാണ് ഞാൻ. അപ്പം അത്രയും ജെനുവിൻ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഒരു ടീമുണ്ട്, ഇവരൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്. ഇപ്പം ഭസ്മ അല്ല, ഇവരുടെ കൂട്ടത്തില് ഇപ്പൊ കലാശേട്ടൻ, ആനന്ദേട്ടൻ, മുരളിച്ചേട്ടൻ, പിന്നെ
കണ്ണൻ നായർ, കണ്ണൻ ചേട്ടൻ, ഇവരൊരു ഫ്രണ്ട്സ് ആണ്. അവർ കുറേ നാളായിട്ട് ഇങ്ങനെ കുറേ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇവരുടെ പഴയ വർക്ക്സ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പൊ പല സിനിമ, ഇപ്പൊ അൽഫോൻസ് പുത്രന്റെ ഒക്കെ സിനിമകൾ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഇവർ ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബേസിലായിട്ട് കുറെ നാൾ ഈ ഷോർട്ട് ഫിലിം ഈ ചേട്ടൻ ചെയ്തതാണോ, ഇങ്ങനത്തെ ഒക്കെ ഒരു സാധനം ഉണ്ടല്ലോ. അതുപോലെ ഇവരുടെ ഷോർട്ട് ഫിലിംസും കുറെ വർക്ക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പൊ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അപ്രിസിയേഷൻ തന്നെയാണ് അവരുടെ ടാലന്റ് എന്നാണെങ്കിലും പ്രൂവ് ആവും എന്നുള്ളൊരു സാധനം. ഇപ്പൊ ചിലപ്പോൾ നമ്മളാണെങ്കിൽ പോലും ചെറിയൊരു സിനിമ ഇറങ്ങുമ്പോൾ OTT കാണാം എന്നുള്ള രീതിയിൽ പോവാറുണ്ട്. പക്ഷെ അത് റിലീസ് ചെയ്തതിനു ശേഷം നമ്മൾ പറയും അയ്യോ തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു, എനിക്കിത് മിസ്സായി എന്ന് പറയും. അപ്പം റിവ്യൂസും അതിൻ്റെ ഒരു ഇതാണ്. അപ്പം നമ്മുടെ സമയത്ത് എനിക്ക് തോന്നുന്നു കോക്കൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അപ്പോഴത്തേക്കും നമ്മുടെ സിനിമ ഏകദേശം പോവാറായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, നമ്മളും കുറച്ചുകൂടെ ഒന്ന് പ്രൊമോട്ടൊക്കെ ചെയ്യണമായിരുന്നു. ബട്ട് ഇപ്പൊ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് അയ്യോ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടപ്പോൾ പോലും നമ്മുടെ പടം ഇത്രയും റെക്കഗ്നിഷൻ കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട് നമുക്ക്. ചേട്ടാ തഗ് മറുപടികൾ പ്രതീക്ഷിക്കുന്നു. അയ്യോ തഗ്ഗല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഇത് ശരിക്കും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്ന അതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ ഒരു എൻ്റർടൈനറിന് അപ്പുറത്തേക്ക് ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഈ പറഞ്ഞ പോലെ അമ്പാടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ വില്ലനാക്കാതെ, അല്ലെങ്കിൽ അത് വില്ലൻ എന്ന് പറയുന്ന കുട്ടികളിലാരും വില്ലന്മാരില്ല, അപ്പൊ എല്ലാരും ഈക്വൽ ആണെന്ന് ആ സിനിമയുടെ അതെ 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 ബാക്ക് ബെഞ്ചസിനെ പോലെ ഈ CP എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും അമ്പാടി 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 എന്ന് പറയുമ്പോൾ അതാണ് കുട്ടികൾക്ക് അമ്പാടിയോട് ഒരു ദേഷ്യം വരാനുള്ള ഒരു റീസൺ. ടീച്ചേഴ്സ് എപ്പോഴും അമ്പാടി മതി ലീഡർ, അല്ലെ അമ്പാടി പോട്ടെ, അമ്പാടിക്ക് കൈയടിക്ക്, ഇങ്ങനെ പറഞ്ഞ് കേട്ടായിരിക്കും അവര് പോലും ഒഴിവാക്കും. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ഇക്വാളിറ്റി, കുട്ടികൾക്കിടയിൽ ഏത് തരത്തിലാണ് കുട്ടികൾക്കിടയിൽ ഒരു ആശയം എത്തേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ സിനിമ കാണാത്തവർ ഇനിയും കാണണം എന്ന് തന്നെയാണ്. അതെ, എല്ലാവരും ഈ സിനിമ കാണട്ടെ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഭയങ്കര സിനിമ എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ്. താങ്ക് യു, എന്നെ പോലത്തുള്ള ഒരു സൈൻ ഫയൽസ് വലിയൊരു താങ്ക് യു പറയുന്നു. കാരണം നമുക്ക് ചിരിപ്പിക്കേണ്ടടുത്ത് കറക്റ്റായിട്ട് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കേണ്ടടുത്ത് കറക്റ്റായിട്ട് ചിന്തിപ്പിക്കാനും, നമുക്ക് ചില ആളുകളുടെ അടുത്ത് അടി കൊടുക്കാനൊക്കെ തോന്നും, കറക്റ്റായിട്ട് അങ്ങനത്തെ ഒരു സംഭവം എല്ലാം ഉണ്ട്. ഇനിയും നല്ല സിനിമകൾ എടുക്കാൻ പറ്റട്ടെ, നല്ല സിനിമകളുടെ ഭാഗമാക്കാൻ പറ്റട്ടെ. എന്നാലും എല്ലാവരും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കാണണം. കാണാത്തവരുണ്ടെങ്കിൽ ഈ മാറ്റം എന്താണ് എന്ന് അധ്യാപകരും കുട്ടികളും എല്ലാവരും പഠിക്കണം. താങ്ക് യു.